السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والوزن يومئذ الحق فمن ثقلت موازينه فأولئك هم المفلحون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിക്കുകയും അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള, നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പാടെ അകന്നു നിൽക്കണമെന്നും ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പരിശുദ്ധ റമളാൻ മാസത്തിന് മുന്നോടിയായി വന്നിട്ടുള്ള ഷഅബാൻ മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഓരോ ഷഅബാൻ മാസവും കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചിന്ത അടുത്ത മാസം റമളാനാണല്ലോ എന്നുള്ളതാണ്. ഈ റമളാൻ പെട്ടെന്ന് ആയതുപോലെ നമ്മുടെ മനസ്സിൽ തോന്നുകയാണ്. അത് സൂചിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ആയുസ് പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നു, കാലം ആർക്കും വേണ്ടി കാത്തു നിൽക്കുന്നില്ല. അതിനിടക്ക് നാം നമ്മുടെ കർമ്മങ്ങളും കർത്തവ്യങ്ങളും ചെയ്തു തീർക്കണം എന്നുള്ള സന്ദേശമാണ് അത് നൽകുന്നത്. ഷഅബാൻ മാസത്തിൽ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഇന്ന് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഷഅബാൻ മാസത്തിൽ അള്ളാഹു സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തുന്നൊരു മാസമാണ് മാസം. മനുഷ്യൻ ചെയ്ത കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് മലക്കുകൾ രേഖപ്പെടുത്തി കൊണ്ടുവന്ന് അള്ളാഹുവിൻ്റെ ലൗഹുൽ മഹ്ഫൂദിൽ അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അള്ളാഹു അത് രേഖപ്പെടുത്തുന്നുണ്ട്. 3 രീതിയിലാണ് മനുഷ്യൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തുന്നത്. ഒന്ന്, ഓരോ ദിവസവും പ്രഭാതത്തിലും പകലിലും രാത്രിയിലും മാറി മാറി വരുന്ന മലക്കുകൾ ഓരോ ദിവസവും നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക്, അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്, പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, യതആഖബൂന ഫീക്കും മലായികത്തും ബില്ലൈലി വ മലായികത്തും ബിന്നഹാർ. പകലിലെ മലക്കുകളും രാത്രിയുടെ മലക്കുകളും നിങ്ങളിൽ മാറി മാറി വരുന്നുണ്ട്. വയജ്തമിഊന ഫി സലാത്തിൽ ഫജ്ർ. അവർ പ്രഭാത നിസ്കാരത്തിലും സുബഹി നിസ്കാരത്തിലും സലാത്തുൽ അസർ നിസ്കാരത്തിലും അവർ പരസ്പരം കണ്ടുമുട്ടുന്നുണ്ട്. ഒരു വിഭാഗം മലക്കുകൾ ഇറങ്ങി വരികയും മറുവിഭാഗം മലക്കുകൾ കയറിപ്പോവുകയും ചെയ്യുന്ന സമയമാണ് അസർ ഫജ്ർ നിസ്കാരം. അപ്പം ഓരോ ദിവസത്തെയും കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുകയും അത് അള്ളാഹു പ്രത്യേകം സജ്ജമാക്കിയ രേഖകളിൽ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുന്നുണ്ട്. അതേമാതിരി ഓരോ ആഴ്ചയിലെ കർമ്മങ്ങൾ ഓരോ ആഴ്ചയിലും ഉയർത്തപ്പെടുന്നുണ്ട്. ആഴ്ചയിൽ 2 ദിവസം പ്രവാചകൻ്റെ ഹദീസ് ഇമാം തുർമുദി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു.
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുഅറദുൽ അഅമാലു യൗമൽ ഇസ്നൈൻ വ യൗമൽ ഖമീസ്. പ്രവർത്തനങ്ങൾ എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. ഫുഹിബ്ബു അൻ യുറൽ അമലി വ അന സ്വായിമുൻ. എൻ്റെ കർമ്മങ്ങൾ ഞാൻ നോമ്പുകാരനായിട്ട് ഉയർത്തപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തിങ്കളും വ്യാഴവും നോമ്പ് നോൽക്കൽ സുന്നത്താണ് എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ എല്ലാ വർഷത്തിലും മനുഷ്യൻ്റെ ഒരു വർഷം ചെയ്ത കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട്. ആ ഉയർത്തപ്പെടൽ നടക്കുന്നത് ഷഅബാൻ മാസത്തിലാണ് എന്ന് ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. വഹുവ ഷഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അള്ളാഹുവിലേക്ക് മനുഷ്യൻ്റെ ഒരു വർഷത്തെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട് ഷഅബാൻ മാസത്തിൽ എന്നാണ്. അപ്പം അത്തരമൊരു മാസത്തിലാണ് നമ്മളുള്ളത്. കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തി രേഖപ്പെടുത്തുന്ന മാസം. അങ്ങനെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തി രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ കർമ്മങ്ങളിൽ സൽക്കർമ്മങ്ങൾ ഉണ്ടായാലേ നമുക്ക് രക്ഷയുള്ളൂ. സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർക്ക് മാത്രമാണ് പരലോകത്ത് അള്ളാഹു വിജയം നൽകുക എന്ന് സൂറത്ത് ആറാഫിലെ 8-ാം വചനത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്. വൽ വസ്നു യൗമഇദിനിൽ ഹഖ്. അന്നത്തെ ദിവസം അള്ളാഹു വില കൽപ്പിക്കുക, മൂല്യം കൽപ്പിക്കുക, ഭാരം നൽകുക ഹക്കായ സത്യമായ കർമ്മങ്ങൾക്കാണ്. ഫമൻ സഖുലത്ത് മവാസീനുഹു. അത്തരം കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഒരാളുടെ തുലാസുകൾ ഖനം തൂങ്ങിയിട്ടുണ്ടെങ്കിൽ അവനിൻ്റെ കർമ്മങ്ങളിൽ സൽക്കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവരാണ് വിജയികൾ, അവരാണ് വിജയം വരിച്ച ആളുകൾ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ സൽക്കർമ്മങ്ങൾ കുറഞ്ഞു പോയാൽ, ദുഷ്കർമ്മങ്ങൾ കൂടുതലായി ചെയ്തു പോവുക, സൽക്കർമ്മം കുറഞ്ഞു പോയാൽ അവർ നഷ്ടം സംഭവിച്ചവരുടെ കൂട്ടത്തിലാണ് എന്ന് സൂറത്ത് ആറാഫിലെ 9-ാം വചനത്തിൽ പറയുന്നു. വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും. ആരുടെ തുലാസുകൾ കനം കുറഞ്ഞു പോയ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാതെ, സൽക്കർമ്മങ്ങളില്ലാതെ ഒരാളുടെ തുലാസ് കനം കുറഞ്ഞു പോയാൽ ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും, അവരാണ് സ്വയം എല്ലാം നഷ്ടപ്പെട്ട ആളുകളിൽ. അപ്പം കർമ്മങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ, വർഷത്തിൽ ഷഅബാൻ മാസത്തിൽ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ നമ്മൾ നല്ല കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് രക്ഷ ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പോൾ ഷഅബാനും തുറന്നു വരുന്ന റമദാൻ മാസവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല കർമ്മങ്ങൾ നമ്മുടെ അമലുകളിൽ ഉണ്ടായിത്തീരാൻ. അപ്പോൾ ഷഅബാനിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അത് ഒരു വർഷത്തെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് എന്നാണ്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നബി ധാരാളമായി നോമ്പ് അനുഷ്ഠിച്ചിരുന്ന ഒരു മാസമാണ് ഷഅബാൻ മാസം. ഐഷാവി പറയാണ്, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മാ റഅയ്തു ഇസ്തക്മല ശഹ്റിൻ ഖത്തു ഇല്ലാ റമളാൻ. ഒരു മാസം പൂർണ്ണമായിട്ട് പ്രവാചകൻ നോമ്പ് നോറ്റത് റമളാൻ അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. വമാ റഅയ്തുഹു ഫീ ശഹ്റിൻ അക്സറ സിയാമൻ. ഒരു മാസത്തിൽ പൂർണ്ണമാക്കാതെ കൂടുതൽ നോമ്പനുഷ്ഠിച്ച മാസം അത് റസൂലുള്ളാഹി അങ്ങനെ നോമ്പനുഷ്ഠിച്ചത് ഫീ ഷഅബാനിലാണ്. പൂർത്തിയാക്കിയിട്ടില്ല എങ്കിലും കൂടുതൽ വ്രതമനുഷ്ഠിച്ച മാസമാണ് ഷഅബാൻ മാസം എന്നാണ്. അപ്പോൾ ഈ മാസത്തിലെ തിങ്കൾ, വ്യാഴം, വെളുത്ത വാവിൻ്റെ ദിവസങ്ങളിൽ അതല്ലാത്ത മറ്റൊരു ദിവസങ്ങളിലും സുന്നത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ അത് ഏറ്റവും പുണ്യകരമാണ്, ശ്രേഷ്ഠമാണ് എന്ന് ഇബ്നു ഹജർ അൽ അസ്കലാനി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം റസൂലുള്ളാഹി ധാരാളമായി നോമ്പനുഷ്ഠിച്ച മാസമാണ്. നമ്മൾക്കും ഈ മാസത്തിലെ തിങ്കൾ, വ്യാഴം, അതുപോലത്തെയുള്ള വെളുത്ത വാവിൻ്റെ ദിവസങ്ങൾ, മറ്റു ദിവസങ്ങളൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കൽ ശറഅ് നിയമമാക്കിയിട്ടുണ്ട്, സുന്നത്താക്കിയിട്ടുണ്ട് എന്നാണ്. മറ്റൊരു കാര്യം ഈ മാസത്തെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് ജനങ്ങൾ അശ്രദ്ധരായി പോകുന്ന മാസമാണ്. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ദാലിക ശഹ്റുൻ യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. റജബിൻ്റെയും റമളാനിൻ്റെയും ഇടയിൽ മനുഷ്യർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മാസമാണ് ഷഅബാൻ മാസം. വരാൻ പോകുന്ന റമളാൻ മാസം നമുക്കറിയാം ആരാധനകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിറഞ്ഞ മാസമാണ്. കഴിഞ്ഞു പോയ റജബ് മാസം അള്ളാഹു പരിശുദ്ധമാക്കിയ 4 മാസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതിനെക്കുറിച്ചും ആളുകൾ ചർച്ച ചെയ്യുകയും അമലുകൾ ചെയ്യുകയൊക്കെ ചെയ്യും. എന്നാൽ ഷഅബാന് ഇങ്ങനെയൊക്കെ പ്രത്യേകതകൾ ഉണ്ട് എന്ന് ജനങ്ങൾക്കറിയില്ല, അവർ അശ്രദ്ധരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കിത് പറഞ്ഞു തരികയാണ്.
അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നന്മകളിൽ നമ്മൾ മുന്നേറണം. അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ദിക്റുകൾ ദുആകളൊക്കെ ഈ ഷാബാൻ മാസത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കണം എന്നാണ്. പൂർവ്വസൂരികളായ പ്രവാചകന്മാരുടെ ചരിത്രം അള്ളാഹു സൂറത്ത് അംബിയായിൽ പറയുന്നുണ്ട് 90-ാമത്തെ വചനത്തിൽ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബൻ വകാനൂ ലനാ ഖാശിഈൻ. ആ മുൻകഴിഞ്ഞു പോയ പൂർവ്വസൂരികളായ പ്രവാചകന്മാർ വിശ്വാസികളൊക്കെ കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ അവർ ധൃതിപ്പെടുന്നവരായിരുന്നു. നന്മകൾ ചെയ്യാൻ, സുഹൃതങ്ങൾ ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവർ മത്സരിക്കുമായിരുന്നു. എന്താണ് അവരുടെ പ്രചോദനം? വയദൂനന, അവർ നമ്മളോട് അകമഴിഞ്ഞ് ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിക്കും. റഹബൻ, അള്ളാഹുവിൻ്റെ സ്വർഗം കാക്ഷിച്ചുകൊണ്ട്, വറഹബൻ, അള്ളാഹുവിൻ്റെ നരകത്തെ പേടിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട്, വക്കാനുലന ഖാശീൻ, അവരൊക്കെ തന്നെ ഞങ്ങൾക്ക് വിധേയരായി താഴ്മപ്പെട്ട് ജീവിച്ചവരാണ് എന്നാണ്. അപ്പം ഈ ശഅബാൻ മാസത്തിലുള്ള ഈ പ്രത്യേകതകൾ മനസ്സിലാക്കി ഈ മാസത്തിൽ നന്മകളിൽ മുന്നേറുവാനുള്ള ഒരു പ്രചോദനം, ഒരു മനോഭാവം നമുക്ക് ഉണ്ടാവണം എന്നാണ്. അതുപോലെ തന്നെ 4-മതായി ഈ മാസത്തിൻ്റെ പ്രത്യേകത, നഷ്ടപ്പെട്ട നോമ്പുകൾ നോറ്റുവീട്ടാനുള്ള അവസാനത്തെ അവസരമാണ് ശഅബാൻ. റമദാനിൽ നോമ്പ് നോറ്റ് വീട്ടാൻ ബാക്കിയുള്ള യാത്രക്കാർ, രോഗികൾ തുടങ്ങിയ ആളുകൾ, അവർക്ക് അടുത്ത റമദാൻ വരെ സമയമുണ്ടായിരുന്നു. അതിനിടയ്ക്ക് എപ്പോഴാണോ അവർക്ക് സൗകര്യപ്പെടുന്നത് ആ സമയത്ത് അത് നോറ്റ് വീട്ടണം. എന്നാൽ അതിൻ്റെ അവസാനത്തെ സമയമാണ് ശഅബാൻ. ശഅബാൻ കഴിഞ്ഞാൽ പിന്നെ നോറ്റ് വീട്ടാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോവുകയാണ്, അല്ലേ? അപ്പോൾ ആയിഷ ബീവി പറയുന്നുണ്ട്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, കാന യക്കൂനു അലയ്യ സോമു മിൻ റമദാൻ, എനിക്ക് റമദാനിൽ നോമ്പ് ബാധ്യത ഉണ്ടാവാറുണ്ട്, അഥവാ നോറ്റ് വീട്ടാൻ ബാക്കി ഉണ്ടാവാറുണ്ട്. സ്ത്രീകൾക്കാവുമ്പോൾ ആർത്തവത്തിൻ്റെയും അശുദ്ധിയുടെയും ഒക്കെ പിരീഡ് അവർക്ക് നോമ്പ് നോറ്റ് വീട്ടേണ്ടതാണല്ലോ. ഫമാ അസ്തത്തിയു അൻ നഖ്ല ഇല്ലാ ഫി ശഅബാൻ, എന്നാൽ നോമ്പ് ഒരു വർഷം സമയമുണ്ടെങ്കിലും എനിക്ക് പലപ്പോഴും അത് നോറ്റ് വീട്ടാൻ ശഅബാനിലാണ് അവസരം കിട്ടാറുള്ളത്, എനിക്ക് സാധിക്കാറുള്ളത് എന്നാണ്. അപ്പം ഈ ഖലാഉള്ള നോമ്പുകളൊക്കെ നോറ്റ് വീട്ടാനുള്ള അവസാനത്തെ അവസരമാണ് ശഅബാൻ മാസം. ഇനി ശഅബാൻ കഴിഞ്ഞാൽ, ആ റമദാൻ കഴിഞ്ഞാൽ ആ അവസരം നഷ്ടപ്പെട്ടു. ഒരു റമദാൻ അതിന് നോറ്റ് വീട്ടാനുള്ള അവസരമാണ്, ലാസ്റ്റ് അവസരമാണ്. അതിന് കഴിയാത്ത ആളുകൾ, നോറ്റ് വീട്ടാൻ കഴിയാത്ത ആളുകൾ, ഇപ്പോൾ രോഗിയാണ്, രോഗം സുഖപ്പെടുന്നില്ല, അങ്ങനെയുള്ള അവസ്ഥയിലുള്ള ആളുകൾ, അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാരൊക്കെ തുടങ്ങിയുള്ള ആളുകൾ, അവർ ഒരു മിസ്കീന് ഒരു നേരത്തെ ഭക്ഷണം ഫിദിയായി കൊടുക്കണം എന്നാണ്, അല്ലേ? ഒരു മിസ്കീന് ഒരു നേരത്തെ ആഹാരത്തിനുള്ള ഭക്ഷണത്തിനുള്ള കാശോ അല്ലെങ്കിൽ ഭക്ഷണമോ അവർക്ക് നൽകണം. വഅലല്ലദീന യുതീഖൂനു ഫിദിയത്തുൻ, മിസ്കീൻ, പ്രയാസത്തോടു കൂടി മാത്രം നോമ്പ് നോൽക്കാൻ സാധിക്കുന്ന ആളുകൾ, ഒരു മിസ്കീനിന് ഒരു നേരത്തെ ആഹാരം അവൻ ഫിദിയായി നൽകണം എന്നാണ്. 5-മതായി ഈ ശഅബാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റമദാനിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തേണ്ട ഒരു മാസമാണ് ശഅബാൻ. നമ്മൾ പറയാതെ തന്നെ നമ്മളെല്ലാവരും വീട്ടിലേക്ക് ആവശ്യമുള്ള അരി മസാലകളും ഒക്കെ തന്നെ പൊടിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീടുകളൊക്കെ തട്ടി വൃത്തിയാക്കി പെയിൻ്റടിച്ച്, പള്ളികളും ഒക്കെ തന്നെ പെയിൻ്റടിച്ച് വൃത്തിയാക്കി ഭംഗിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഭൗതികമായ ഈ തയ്യാറെടുപ്പോട് കൂടി തന്നെ മനുഷ്യൻ്റെ മനസ്സുകളിലുള്ള ഒരു പരിശുദ്ധത, ഇതും കൂടി തയ്യാറെടുപ്പിൻ്റെ ഭാഗമാണ് എന്ന മനസ്സിൽ നിന്ന് പകയും വിദ്വേഷവും ഒക്കെ ഒഴിവാക്കി പരിശുദ്ധമായ വിശ്വാസത്താൽ തെളിഞ്ഞ ഒരു മനസ്സിൻ്റെ ഉടമകളായി തീരുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. പരിശുദ്ധ റമദാൻ മാസം വരുമ്പോൾ മഹാനായ പണ്ഡിതൻ അംറൂന ഖൈസ് പറയാറുണ്ടായിരുന്നു, തൂബ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമദാൻ, തൂബ എന്നാൽ മംഗളം, ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമദാൻ, റമദാനിന് മുമ്പ് മനസ്സ് പരിശുദ്ധമാക്കിയ ആളുകൾക്ക് മംഗളം എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ഇമാം ഇബ്നു റജബൽ ഹംബലി അദ്ദേഹം ഷഅബാനായിക്ക് അദ്ദേഹം പറയുകയാണ്, ലമ്മാക്കാന ഷഅബാൻ കൽ മുഖദ്ദിമ ലി റമദാൻ, ഷഅബാൻ മാസം എന്നുള്ളത് റമദാനിൻ്റെ ഒരു മുഖവുരയാണ്, ഒരു മുന്നോടിയായി വരുന്ന മാസമാണ്. ശുരിയ ഫീഹി മാ യശ്റഉ ഫീ റമദാൻ, റമദാനിലുള്ള മാതിരി തന്നെ കാര്യങ്ങൾ ഇതിലും അള്ളാഹു ഷറായിൽ അള്ളാഹു നിയമമാക്കിയിട്ടുണ്ട്. മിനസ്സിയാം, നോമ്പ്, റമദാനിൽ നോമ്പ് നിർബന്ധമാണ്, ഷഅബാനിൽ നോമ്പ് നിർബന്ധമില്ല, ഐച്ഛികമാണ്. വഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം, ധർമ്മങ്ങൾ, ഇതൊക്കെ തന്നെ
ഷാബാനിലും ഷറാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് അല്ലേ. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ഈ റമദാൻ വരുമ്പോൾ റമദാൻ സമാഗതമാകാണ്, ഷാബാനിലാണ് നമ്മളുള്ളത്. അപ്പോൾ മനസ്സുകൾ ശുദ്ധമാക്കുക, പരിശുദ്ധമാക്കുക. പകയും പോരും പിണക്കവും ഒക്കെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കുക, അതെല്ലാം ഒടുത്ത് ഒഴിവാക്കുക അല്ലേ. പിണങ്ങി നിൽക്കുന്നവരും തെറ്റി നിൽക്കുന്നവരും ഒക്കെ ഒന്ന് നന്നാവുക. റമദാൻ വരികയല്ലേ അല്ലേ. ഷാബാനിൽ അള്ളാഹു മനുഷ്യൻ്റെ കർമ്മങ്ങൾ, ഒരു വർഷത്തെ കർമ്മങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ഉയർത്തുകയും അതവിടെ രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ അള്ളാഹു 2 വിഭാഗം ആളുകളുടെ കർമ്മങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, അതവിടെ പെൻഡിങ്ങിൽ വെക്കാൻ, തടഞ്ഞു വെക്കാൻ വേണ്ടി മലക്കോട് പറയുന്നുണ്ട് അല്ലേ. ഹദീസിൽ ഇങ്ങനെ കാണാം, ഫയഗ്ഫിറു ലി ജമീഇ ഖൽഖിഹി ഇല്ലാ മുശ്രിക്കുൻ ഔ മുശാഹിറുൻ. 2 വിഭാഗം ആളുകൾ, ഒന്ന് അവിശ്വാസിയായ ആൾ, ബഹുദൈവ വിശ്വാസി, ഔ മുശാഹിറുൻ അല്ലെങ്കിൽ പിണങ്ങി നിൽക്കുന്ന ആളുകൾ എന്നാണ്. എന്നിട്ട് മലക്കോട് അള്ളാഹ് പറയുന്നുണ്ട്, അഖിറു ആദൈനിയത്ത ഇസ്തലിഹ, ഇവർ രണ്ടാളുടെയും കർമ്മങ്ങൾ നിങ്ങൾ പിന്തിച്ചു വെക്കണം, മാറ്റി വെക്കണം, അവർ നന്നാവുന്നത് വരെ. മുശ്രിക്ക് മൂമിനാവണം, തെറ്റി നിൽക്കുന്ന ആളുകൾ നന്നാവണം. നന്നായാൽ മാത്രമേ അവൻ്റെ കർമ്മം അള്ളാഹ് സ്വീകരിക്കുകയുള്ളൂ എന്നാണ്. ഇതിൻ്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കണം. ഒരുപാട് നോമ്പെടുക്കുന്ന ആൾ, നമസ്കരിക്കുന്ന ആൾ, ഇബാദത്ത് ചെയ്യുന്ന ആൾ, ധർമ്മം ചെയ്യുന്ന ആൾ എത്ര നന്നായിട്ടും കാര്യമല്ല, മറ്റുള്ള ആളുകളുമായി തെറ്റിയും പിണങ്ങിയും നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ പിണങ്ങി നിൽക്കുന്ന ആളുടെ ഒരു കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാവുകയില്ല. അള്ളാഹ് അത് മാറ്റിവെക്കാൻ പറയുകയാണ്. അവർ പരസ്പരം ഇണങ്ങി തെറ്റ് നന്നാവുന്നത് വരെ എന്ന് മാറ്റിവെക്കാൻ പറയുകയാണ്. നമ്മൾ നോക്ക്, നമ്മളുടെ അവസ്ഥ നമ്മൾ ചിന്തിച്ച് നോക്കുക. നമ്മൾ കണ്ടാൽ മിണ്ടാത്തവരുണ്ട്, സലാം പറയാത്തവരുണ്ട്, മുഖം കൊടുക്കാത്ത ആളുകളുണ്ട്, തിരിഞ്ഞു പോകുന്ന ആളുകളുണ്ട്. എന്താ കാര്യം? അവൻ്റെ മതരംഗത്തുള്ള ഗ്രൂപ്പിസങ്ങളാവട്ടെ, രാഷ്ട്രീയ രംഗത്തെ പ്രശ്നങ്ങളാവട്ടെ, മറ്റ് സാമ്പത്തിക സാമൂഹിക രംഗത്തെ പ്രശ്നങ്ങളായിട്ട് തെറ്റിപ്പോയതാണ്. കുടുംബാംഗങ്ങൾ ഒരേ ചോരപ്പിറപ്പുകൾ തമ്മിൽ കണ്ടാൽ മിണ്ടുന്നില്ല. വീട്ടിലെ പരിപാടികളുണ്ടാകുമ്പോൾ മറ്റു കുടുംബാംഗങ്ങളെ ഇവരെ വിളിക്കുന്നില്ല. എന്തേ പ്രശ്നം? സ്വത്ത് ഓരിച്ചുകൊണ്ടായ പ്രശ്നമാണ്, അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്, നിസ്സാരമായ പ്രശ്നങ്ങളാണ്, പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മളെ ഈഗോ നമ്മളെ സമ്മതിക്കുന്നില്ല അതിന്. അത് പിശാചാണ്. ഈഗോ എന്ന് പറഞ്ഞാൽ പിശാചാണ്. പിശാച് നമ്മളിൽ രോഷമുണ്ടാക്കി തരികയാണ്. നീ അങ്ങനെ തരണ്ട എന്ന്. അവൻ്റെ അടുത്തേക്ക് പോവേണ്ടവനല്ല. ഇപ്പോൾ എല്ലാം കൊണ്ടും സാമ്പത്തികവും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കുന്ന, പകയോടും വിദ്വേഷത്തോടും ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, റസൂലുള്ള പറഞ്ഞു 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങിക്കാൻ പാടില്ല. പിന്നെ കണ്ടാൽ നമ്മൾ സലാം പറയണം. നമ്മളൽപ്പം താഴ്ന്നു കൊടുക്കുക, നമ്മളൽപ്പം മോശക്കാരനെന്ന് ആളുകളൊക്കെ പറയും. എന്നാലും നമ്മൾ താഴ്ന്നു കൊടുത്ത ആ പ്രശ്നം പരിഹരിക്കാനാണ് ഏറ്റവും ഉത്തമമായ മാർഗമെന്ന് പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ റമദാൻ വരുമ്പോൾ ഈ പകയും വിദ്വേഷവും പോരും അതേമാതിരി പിണക്കവും ഒക്കെ ഒഴിവാക്കി മനസ്സൊന്ന് പരിശുദ്ധാകട്ടെ അല്ലേ. ഇത്ര കാലമാണിത് അല്ലേ. അടുത്ത റമദാൻ നമ്മൾ ഉണ്ടാവുകയെന്നറിയില്ല, അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാവുകയെന്നറിയില്ല. മനുഷ്യൻ്റെ ജീവിതമാണ്, ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ജീവിതമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സന്തോഷത്തോടെ സൗഹൃദത്തോടെ മനസ്സിലെ പ്രയാസങ്ങൾ ഇറക്കി വെച്ച് പകയും വിദ്വേഷവും ഇല്ലാതാക്കി വിശ്വാസം കൊണ്ട് പ്രഭാപൂരിതമായ ഒരു ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷഅബാനിൽ പാടില്ലാത്ത 2 കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി ഷഅബാനിൽ നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിലക്കിയ 2 കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കണം. ഒന്ന്, റസൂലുള്ളാഹി പറഞ്ഞു, ഇമാം ബുഖാരി പോയ ഹദീസാണ്, ലാ യതഖദ്ദമന്ന അഹദകും റമളാന ബിസൗമി യൗമിൻ ഔ യൗമൈനി ഇല്ലാ യകുന കാന യസൂമു സൗമു. റമളാനെ തൊട്ട് മുമ്പ് 2 ദിവസം, ഒരു ദിവസമൊക്കെ നോമ്പ് നോൽക്കുക. തൊട്ട് മുമ്പുള്ള ഷഅബാൻ 30-നോ 29-നോ ഒക്കെ നോമ്പ് നോൽക്കുക. എന്താ, ചില ആളുകൾ വിചാരിക്കും റമളാൻ വരാൻ പോകല്ലേ, അതിനൊക്കെ ട്രെയിനിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് റമളാൻ്റെ മുമ്പുള്ള 1 ദിവസമോ 2 ദിവസമോ നോമ്പ് നോൽക്കാൻ പാടില്ല. ഇനി ഒരാൾ സാധാരണ പതിവായി നോറ്റു വരുന്ന നോമ്പുകളുണ്ട്. അത് അന്നത്തേക്ക് ഒത്തു വന്നാൽ, ഇപ്പോൾ തിങ്കൾ വ്യാഴം നോമ്പ്, വാവിൻ്റെ നോമ്പുകൾ വെളുത്ത വാവിൻ്റെ അന്ന് വരില്ല, എന്നാലും അങ്ങനെയുള്ള ഒരു പതിവായി നോൽക്കുന്ന നോമ്പുണ്ടെങ്കിൽ അത് നോൽക്കുന്നതിന് വിരോധമില്ല എന്നാണ്. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, ഷഅബാൻ 15-ന് ബറാത്ത് രാവ് എന്ന് പേരിട്ട് പ്രത്യേക ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ ഇസ്ലാമിൽ അതൊരു തെളിവില്ല. നമ്മൾ സാധാരണ ഷഅബാൻ 15-ന് ബറാത്ത് രാവോ ബറാത്തോ ബർക്കത്തോ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളൊക്കെ വിളിച്ചു പറഞ്ഞു പോവുക. രാത്രി പ്രത്യേക ഒരു നമസ്കാരം, പകലിൽ അന്ന് ഷഅബാൻ 15-ൻ്റെ ബറാത്ത് നോമ്പ് നോൽക്കുക, അന്ന് പ്രത്യേകം ഭക്ഷണം ഉണ്ടാക്കുക,
3 യാസീൻ ഓതുക, ഒന്ന് ആയുസ് നീട്ടിക്കിട്ടാൻ, മറ്റൊന്ന് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി, മൂന്നാമത് റിസ്ക്കിൽ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടി സൂറത്ത് ദുഖാൻ എന്ന ഖുർആനിലെ 44-ാം അധ്യായം ഓതുക. ഇതൊക്കെ പ്രത്യേകമായ ആളുകൾ ചെയ്യുന്നത് കാണാം. എന്നാൽ ഇതിന് ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ദുർബലമായ ചില ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അത് ഹദീസിൻ്റെ പണ്ഡിത ലോകം തള്ളിക്കളഞ്ഞ ഹദീസുകളാണ്. ഈ വിഷയത്തിൽ വന്ന എല്ലാ ഹദീസുകളും കോട്ട് ചെയ്തിട്ട് സൗദി മുഫ്തി ഇബ്നു ബാസ് ഇറക്കിയ ഒരു ഫത്വ ഉണ്ട്. അന്നൽ ഇഹ്തിഫാല ബിലൈലത്തി നിസ്ഫി മിൻ ശഅബാൻ ബിസ്സലാത്തി ഔ ഗൈരിഹ, ശഅബാൻ 15-ന് പ്രത്യേകമായ നമസ്കാരമോ അല്ലെങ്കിൽ അന്ന് പകൽ പ്രത്യേകമായ നോമ്പോ അനുഷ്ഠിക്കൽ ബിദ്അത്തുൻ മുൻകറ, നിരോധിക്കപ്പെട്ട ബിദ്അത്താണ്. വലൈസ ലഹു അസ്ലുൻ ഫി ശറഇൽ മുതഹറ, പരിശുദ്ധമായ ശറയിൽ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ബൽ ഹുവ മിമ്മ ഹദസ ഫിൽ ഇസ്ലാമി ബഅദ അസ്ർ സഹാബ, സഹാബ കിറാമിൻ്റെ കാലത്തിന് ശേഷം ഇസ്ലാമിൽ കടന്നുകൂടിയിട്ടുള്ള ഒരു അനാചാരമാണ് എന്നാണ്. അല്ലേ? ഇവർ പറഞ്ഞ സൂറത്ത് ദുഖാനിലെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ രാത്രിയിലാണ് ഖുർആനെ നാം ഇറക്കിയിട്ടുള്ളത്. ഇന്നാ കുന്നാ മുന്തിരിയുന്ന, മുന്നറിയിപ്പ് നൽകുന്നവനാണ് എന്ന് പറഞ്ഞത് ആ ഇറക്കൽ ശഅബാൻ 15-നാണ്. ശഅബാൻ 15-നാണ് ഒന്നായിട്ട് 1-ാം ആകാശത്തിലേക്ക് ഇറക്കിയത്. അപ്പോൾ എന്നാൽ ഈ ആയത്തിനെ, സൂറത്ത് ദുഖാനിലെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി, ഇബ്നു ജരീർ, ഇബ്നു കസീർ തുടങ്ങിയ എല്ലാ വ്യാഖ്യാതാക്കളും പറഞ്ഞത് ഒരു അനുഗ്രഹീത രാത്രിയിൽ അതിനെ ഇറക്കിയെന്ന് പറഞ്ഞാൽ അത് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്നാണ്. അത് വേറെ വേറെ രാത്രിയല്ല, രണ്ടും ഒരേ രാത്രിയാണ് എന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഈ 2 കാര്യങ്ങൾ ശഅബാനിൽ റസൂലുള്ളാഹി വിരോധിച്ചിട്ടുള്ളത് കാര്യമാണ്. റസൂലുള്ളാഹി ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അപ്പുറത്തുണ്ട്. അത് നമ്മൾ ചെയ്യാതെ ശഅബാൻ 15-ന് മാത്രം നോമ്പനുഷ്ഠിക്കും. ശഅബാനിൽ എത്രയും നോമ്പ് വർദ്ധിപ്പിക്കണം, പൂർണ്ണമാക്കാതെ എത്രയും നോമ്പുകൾ എത്ര ദിവസങ്ങൾ കഴിയുമോ അത്രയൊക്കെ നോമ്പ് നോൽക്കണം. തിങ്കളും വ്യാഴവും വെളുത്തവാവും മറ്റു ദിവസങ്ങളൊക്കെ നോമ്പനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്യാതെ ഒരു ശഅബാൻ 15, ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ലാത്ത ശഅബാൻ 15 മാത്രം നോറ്റ് അതുകൊണ്ടെല്ലാം ആയി എന്ന് വിചാരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. റസൂലുള്ളാഹിൻ്റെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ ചെയ്താലേ പടച്ചോൻ്റെ അക്കൽ അതിന് കൂലിയിട്ടുള്ളൂ. അല്ലാതെ ഇത്തരം തെളിവുകളില്ലാത്ത അമലുകളുമായി ചെന്ന് പരലോകത്തെന്ന് അതിന് പ്രതിഫലം ഉണ്ടാവുകയില്ല. ഖുർആനിൽ പറയുന്ന സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാനം ഖുൽ ഹൽ നുനബ്ബിഉക്കും ബിൽ അഖ്സരീന അഅമാല, ഏറ്റവും പ്രവർത്തനം നഷ്ടപ്പെട്ടു പോയ ആളുകളെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. അല്ലെങ്കിൽ നല്ല സയ്യും ഫിൽ ഹയാത്തി ദുനിയ, ഭൗതിക ലോകത്ത് അവരുടെ പ്രവർത്തനം പിഴച്ചുപോയി. ഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്ന, അവർ നല്ലതാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടാണ് അവർ കർമ്മങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അത് നല്ലതല്ലായിരുന്നു. ഇസ്ലാം അത് പറയാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഈ സ്ഥിരമപ്പെട്ട ശഅബാനിൽ ചെയ്യണമെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ച അമലുകളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കുക. നോമ്പുകൾ കൂടുതലായി ചെയ്യാം. അതുപോലെ തന്നെ ഖുർആൻ പാരായണങ്ങൾ നടത്താം, സദഖയും ധർമ്മങ്ങളും നടത്താം, അല്ലേ? ദുആകളും പ്രാർത്ഥനകളും ദിക്റുകളൊക്കെ വർദ്ധിപ്പിക്കാം. അങ്ങനെ പരിശുദ്ധ റമളാനിന് മുമ്പ് സമാഗതമായിട്ടുള്ള ഈ ശഅബാൻ മാസത്തിൽ ഈ റസൂലുള്ളാഹി നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിൻ്റെ പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ നമ്മളേവരും പരിശ്രമിക്കുക. റബ്ബ് തആല അത് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ സമാഗതമാകുവാനും അതിൻ്റെ പുണ്യങ്ങൾ വാരിക്കൂട്ടുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൽ ആ റമളാനിനെ വേണ്ട വിധം ഉപയോഗപ്പെടുത്തുവാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ അല്ലാഹു ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.